ഇവിടെ ഈ മണ്ണിൽ സമരചരിതമോരോന്നിൽ ഉയരു ചിതറി വീണീടും മഹിതമനുജരേ. അഖില ജനത മുന്നേറാൻ സമത ഇവിടെ വന്നിടാൻ കുരുതി ചിതറി വീണീടും സകല സഹജരേ. ജീവൻ ബലിയേകും രക്തസാക്ഷികൾ, ധീരം മൃതി തേടും രക്തസാക്ഷികൾ. തുടരുമീ വഴികളിൽ വിടരുമീ സ്മരണയിൽ അനുദിനം സഹജരേ വന്ദനം. ഇവിടെ ഈ മണ്ണിൽ സമരചരിതമോരോന്നിൽ ഉയരു ചിതറി വീണീടും മഹിതമനുജരേ. അഖില ജനത മുന്നേറാൻ സമത ഇവിടെ വന്നിടാൻ കുരുതി ചിതറി വീണീടും സകല സഹജരേ. അപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പടിയൂർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ബോബി എണ്ണച്ചേരിയിൽ ആണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ആദ്യം തന്നെ ദാസനും വിജയനും ഒരു നമസ്കാരം, വലിയൊരു നമസ്കാരം നേരുന്നു. അപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ചൂടാണ്, ചൂടിലിങ്ങനെ വോട്ട് പ്രചരണത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പ്രചരണങ്ങളൊക്കെ എത്രത്തോളം ആവേശത്തിലാണ് പോകുന്നത്? എല്ലാവർക്കും നല്ല ആവേശം തന്നെയുണ്ട്. നമ്മൾ തുടക്കം തൊട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കീഴിലുള്ളത് 3 ബ്ലോക്ക് സ്ഥാനാർത്ഥി, അവരുടെ എല്ലാവരുടെയും കൂടെ ഓരോ വാർഡിലെ സ്ഥാനാർത്ഥികളുമായിട്ട് എല്ലാ ഏരിയകളും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നീക്ക് സ്ഥാപനങ്ങളിലൂടെയുള്ള പ്രചരണ പരിപാടികൾ നടത്തി, അതും കഴിഞ്ഞു. ഇനിയിപ്പം പിന്നെ അല്ലാതെ ഓരോ യോഗങ്ങൾ, കവറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് ഭാഗമെങ്കിലും ജനങ്ങളെ കാണുക, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക, അവരുടെ ചിരിയൊക്കെ കിട്ടുന്ന നല്ലൊരു രസമാണല്ലോ. ഓരോ വോട്ടർമാരെ കാണുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ട്? ഓ, ഭയങ്കര നല്ല പ്രതികരണങ്ങൾ കേട്ടോ. ഒരുപാട് പേരുടെ അനുഗ്രഹങ്ങൾ, കുറേ പേരിങ്ങനെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുന്നത്, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യമാണെങ്കിലും നമ്മുടെ ചെറിയ ജീവിതത്തിലൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ വിജയ, പ്രചരണം നന്നായിട്ട് പോകുന്നു, സന്തോഷത്തിലാണ്. എന്താ ചോദിക്കാനുള്ളത്? ബോബി മാം ഇപ്പം മത്സരത്തിലോട്ട് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്, ആദ്യമായിട്ടൊരു മത്സരമാണ്. ഇങ്ങനെ ഇത് പൊതുപ്രവർത്തന രംഗത്തോട്ട് ഇതിന് മുമ്പ് ഇതിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടുള്ള ആ സാഹചര്യം ഒന്ന് പറയാമോ? പാർട്ടി ബേസ് നമ്മൾ എവിടെ ഇറങ്ങിയിട്ടില്ല, പക്ഷെ ചെറുപ്പം തൊട്ടേ നമ്മൾ പൊതുരംഗത്തുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് തന്നെ പള്ളിയിൽ മിഷൻ ലീഗ് തുടങ്ങിയ സംഘടനകളുണ്ട്. അതിൻ്റെ ഞാൻ കൊട്ടിയൂരുകാരിയാണ്. അപ്പം മാനന്തവാടി രൂപത മിഷൻ ലീഗിൽ 6 വർഷം തുടർച്ചയായിട്ട് രൂപതാ ഭാരവാഹിയായിരുന്നു ഞാൻ. അതിനുശേഷം KCM സംഘടനയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ മിഷൻ ലീഗിൻ്റെ ഭാരവാഹിയായിരിക്കെയാണ് എന്നെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് ഇങ്ങോട്ട് അയച്ചത്. ഇവിടെ വന്ന് എനിക്ക് 4 മക്കളാണ്. അപ്പം മക്കളൊക്കെ ഉണ്ടായി, അവരൊക്കെ ഒന്ന് തത്തിപ്പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പള്ളിയിലെ മാതൃവേദി സംഘടനയിലേക്ക് വന്നു. അവിടെ പ്രവർത്തകയായിട്ട് തന്നെയായിരുന്നു. അവിടുന്ന് പിന്നെ കുറേ വർഷക്കാലം മാതൃവേദിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിച്ചു. മേഖല വൈസ് പ്രസിഡന്റ് വരെയായി. അവിടുന്ന് പിന്നെ TSSൻ്റെ ഭാരവാഹി സ്ഥാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു കൃഷിക്കാരിയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ പുറമെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഒതുങ്ങി. കൃഷിയെക്കുറിച്ച് വീണ്ടും തന്നെ ചോദിക്കാം. അപ്പോഴങ്ങനെ വീട്ടിൽ നിന്നുകൊണ്ട്, കുടുംബത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങാം എന്നുള്ളത് TS സംഘടനയിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ സെക്രട്ടറിയാണ്. അവിടെ എഴുതാനൊക്കെ ഇരിക്കുമ്പം ഓരോരുത്തർ നിക്ഷേപം വെക്കാൻ വന്നിരിക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പറയും. മക്കളെ പഠിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ സുഖമില്ല അവർക്ക്, അതിനെന്ത് സഹായം ചെയ്യാൻ പറ്റും. അങ്ങനെ മറ്റാരും അറിയാതെ നമ്മൾ തന്നെ ചില വ്യക്തികളുമായിട്ട് ഇടപെട്ട് അവരിലേക്കൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പം എൻ്റെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് മുഖങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിന്നു.
ഞാനെന്നൊരു വ്യക്തി ഇങ്ങനെ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ ഒരാൾക്കെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അങ്ങനെ ഒരെണ്ണം വന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൊട്ടിയൂർ എൻ്റെ വീടെന്ന് പറഞ്ഞല്ലോ, എൻ്റെ വീട്ടുപേര് തുരുത്തിയിൽ നിന്നാണ്. അപ്പം കൊട്ടിയൂർ ജനതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പട്ടയത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കൊട്ടിയൂർ മുതൽ തിരുവനന്തപുരം വരെ നടന്നുപോയ TS കറിയാച്ചേട്ടൻ്റെ കൊച്ചുമോളാണ് ഞാൻ. വലിയ അതിൽ അപ്പുറം വേറെ ഒരു പാരമ്പര്യം വേണ്ട. എൻ്റെ രക്തത്തില് ഇത് ഉണ്ടായിരുന്നുവെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാനിങ്ങനെ നടന്നു പോകുമ്പം ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ അല്ലെ ഓരോ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുക, വല്യാച്ചനും പാപ്പൻ ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, പിന്നെ ആൻറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ തുരുത്തിയിൽ കുഞ്ഞാട്ടൻ ഇന്നാളും മരിച്ചുപോയ ചാച്ചൻ്റെ ചേട്ടനാണ്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം, അവരുടെയൊക്കെ കല്ലറക്കൽ പോയിട്ട് പ്രാർത്ഥിച്ച അനുഗ്രഹം വാങ്ങിയാണ് നമ്മൾ വന്നത് തുടക്കെനിക്ക്. പക്ഷെ അവരുടെ എല്ലാം ഒരു അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു പിന്നെ മെസ്സേജാണ് തരുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ രക്തത്തിൽ തന്നെ ഈ ഒരു നേതൃപാഠവും ഉണ്ട്, മറ്റുള്ളവരെ ഒരു സഹായിക്കാനും. പക്ഷെ എനിക്കൊരിക്കലും ഇങ്ങനെ മുന്നിൽ നിന്ന് നയിക്കാൻ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഞാൻ എപ്പോഴും പുറകെ നിന്നിട്ട് എൻ്റെ കൂടെയുള്ളവരെ മുൻപോട്ട് കൊണ്ടുവന്ന ചരിത്രം എനിക്കുള്ളൂ. എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് പോലും ഞാൻ അവരെ താത്തിക്കിട്ടാതെ അവരെല്ലാം ഉയർത്തിക്കൊണ്ട് വരികയും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഞാൻ എപ്പോഴും. തീർച്ചയായിട്ടും അതിലൂടെ ഞാൻ വളർന്നു, അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾക്ക് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുമ്പോഴേ നമ്മുടെ വളർച്ചയും അവിടെ പൂർണ്ണമാവുന്നുള്ളൂ. അല്ലാതെ നമ്മൾ വളരാൻ വേണ്ടി നമ്മൾ മാത്രം വളർന്നാൽ, മറ്റുള്ളവർ വളർന്നാൽ മാത്രമേ സമൂഹം നല്ലൊരു തോട്ടാണ് നമുക്ക് സംസാരിക്കുന്നവർക്ക് കിട്ടുന്ന നല്ലൊരു. സത്യം പറഞ്ഞാല് നമ്മള് സ്ഥാനാർത്ഥികളോടൊപ്പമുള്ള നമ്മുടെ ഈ ദാസന വിജയനുള്ള യാത്രയില് നല്ലൊരു എളിമയോടുകൂടിയുള്ള ഒരു സ്ഥാനാർത്ഥി, സത്യം പറയാം അല്ല വിജയ? വളരെ നിഷ്കളങ്കമായ ചിരി മാത്രമാണ് നമ്മുടെ മോണകാട്ടിയുള്ള ചിരി. സത്യം കാര്യമായിട്ട് പറയാണ്. നമ്മള് ഇപ്പം ഒരു 16-17 എപ്പിസോഡാണ് ഞങ്ങളിങ്ങനെ സ്ഥാനാർത്ഥികളായിട്ട് സംവദിക്കുന്നത്. അതായത് ഞങ്ങളുടെ ഇതിൽ എന്ന് പറഞ്ഞാൽ ദാസനും വിജയനുമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാഷ്ട്രീയമില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയം ഉണ്ടാവും. ആ രാഷ്ട്രീയം നിങ്ങൾക്ക് ഇവരോട് പറയുകയാണ്, ഞങ്ങളുടെ വോട്ടർമാരോട് പറയുകയാണ്. ഞങ്ങളുടെ ഇതിൽ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ. പിന്നെ ഞങ്ങളെ ഒട്ടുമ്പ് പറഞ്ഞു വെച്ച ഒരു സംഭവത്തിലോട്ട് പോകാം. കാർഷിക മേഖല. പായം പഞ്ചായത്തിലെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഇന്നലെ പേപ്പറിൽ എഴുതുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കൃഷി, കൃഷിയെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ ഇതിലോട്ട് വരിക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. മാഡത്തിൻ്റെ കൃഷി രീതികൾ എന്തൊക്കെയാണ്, അതേപോലെ കൃഷിക്കാർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി സാധിക്കാൻ മനസ്സിൽ സ്വപ്നം കണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. തുടക്കം ഞാൻ പറയാം. എൻ്റെ ചാച്ചന് ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാച്ച പക്ഷേ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പോകുന്ന ആ ടൈം വരെ ഇങ്ങനെ പറമ്പിൽ കൂടെ ഉണ്ടാവും. റബ്ബർ വെട്ടലൊക്കെ ചാച്ചൻ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ കൃഷി പാരമ്പര്യം എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ഒട്ടുപാല് പൊളിച്ചു കൊടുക്കല. ചാച്ചന് കാപ്പി കൊണ്ടുപോയി കൊടുക്കും, അതായത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കാപ്പി കൊടുക്കണം. അപ്പോൾ ആ കാപ്പി കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പം അവിടെ ഒട്ടുപാല് കൊടുക്കും കുറച്ച് നേരം. അങ്ങനെ നിന്നുകൊണ്ടിരുന്ന എന്നെ കൊണ്ടുപോയി വിട്ടത് ഇവങ്ങോടാ, എണ്ണച്ചേരിയിൽ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ കൃഷി അത് വയലൊക്കെയുള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ വയലെന്ന് പറഞ്ഞാൽ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ പാത്രം കഴുകാനായിട്ട് ഇങ്ങനെ വെള്ളം മുക്കിയെടുക്കുന്ന അങ്ങനെ അതാണ് എൻ്റെ വയൽ പരിചയമുള്ളത്. ഞാൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞതിനും കണ്ടത്തിൽ പൂട്ട് തുടങ്ങി. ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങേണ്ട ആൾക്കാർ തന്നെയാണല്ലോ. അന്നേരമൊക്കെ ഇഷ്ടംപോലെ പണിക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വിതയായി, കളവറിക്കലായി, കൊയ്ത്തായി, നെല്ലുപുഴുക്ക് ഉണക്ക്, നമുക്കൊരു പുഴുക്ക് ഉണക്കുവാണ് വീട്ടിലേക്ക് അത്യാവശ്യം വരുന്നത്. വേറെ എല്ലാം പണിക്കാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ സാധനങ്ങളും വീട്ടിൽ പണ്ട് തൊട്ടേ ഉണ്ട്. വീട്ടിലേക്ക് പുറമേ ചെന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ട സാധനമില്ല. എല്ലാ പച്ചക്കറികളും എല്ലാം തന്നെ വീട്ടിലുണ്ടാക്കും. അങ്ങനെ ചാച്ചനും ബിച്ചാനും കൂടെ ചെയ്ത് കണ്ട് നല്ല പരിചയമുണ്ട്. പിന്നെ നമുക്കിങ്ങനെ കൊച്ചുങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് അങ്ങനെ ഇറങ്ങണ്ട. എന്നാൽ തന്നെ ഞങ്ങളെല്ലാവരും പറമ്പിൽ കൃഷിയും കൊണ്ട് തന്നെയായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞുപോയി, മാതൃവേദി സംഘടനയിലേക്കൊക്കെ വന്നു. അപ്പോൾ അത് അടുക്കളത്തോട്ടം എന്ന് പറയുമല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് അടുക്കളത്തോട്ടം അങ്ങ് ചെയ്താൽ ഇച്ചിരി വിശാലമായിട്ട്, അല്ലെങ്കിൽ പറമ്പിൽ റബ്ബർ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഏരിക്ക് കൊണ്ടുപോയി ഇടുക, അങ്ങനെയൊക്കെയാണല്ലോ. നമുക്കങ്ങനെ ഒരു അടുക്കും ചെട്ടിയോടുകൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അന്നത്തേനും കവറിലൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു അടുക്കളത്തോട്ടം നിർമ്മിച്ചു. അപ്പം ഞങ്ങളുടെ ഇടവകയിൽ
നമുക്ക് ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഫസ്റ്റ് കിട്ടിയപ്പോൾ പിറ്റേ വർഷമാണ് രൂപത കർഷക സ്ത്രീ അവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് 5001 രൂപ സമ്മാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒരു വർഷത്തെ ഒരു കഠിനാധ്വാനം തന്നെയായിരുന്നു. എല്ലാം തയ്യാറെടുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ മുയലിനെ വാങ്ങി, മീൻകുളം ഉണ്ടാക്കി, കോഴികളെ വളർത്തി, കരിങ്കോഴി അല്ലാത്ത കോഴികൾ, പോത്ത്, പശുക്കൾ, ആട്, 6 പശു, പിന്നെ 2 പോത്ത്, 40ഓളം കോഴികൾ, മീൻകുളം, മുയലുകൾ. ഇത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മീൻകുളം ഉണ്ടാക്കിയത് ഞാനും വിശേഷനും മക്കളും കൂടെ കൂടിയാണ്. മുയലും കൂടെ ഉണ്ടാക്കിയത് ഞങ്ങൾ തന്നെയാണ്. എല്ലാ സാധനവും ഞങ്ങൾ തന്നെ. ഞങ്ങളല്ലാതെ മറ്റൊരാൾ പണിക്കാരായിട്ട് ആ പറമ്പിൽ ഇല്ല. കൂലി കൊടുക്കാന്നല്ലോ. പക്ഷെ കൃഷിയിലൊക്കെ അങ്ങനെ അത്ര മക്കളും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അവാർഡ് വിശേഷന് അറിയപ്പെട്ടെ. എനിക്കങ്ങനെ കിളച്ച് അങ്ങനെ ആക്കാനുള്ള അറിയില്ല. എനിക്ക് വെച്ച് തന്നാൽ ഞാൻ അതിന് നനയ്ക്കല് ഇങ്ങനെ ചാണകമൊക്കെ എടുക്കുക. ഒരു രാസവളവും നമ്മുടെ പറമ്പിലേ കയറ്റാറില്ല. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവരെല്ലാം വന്ന് നോക്കി കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എനിക്ക് ആ വർഷത്തെ കർഷക സ്ത്രീ അവാർഡ് കിട്ടി. പിന്നെ വിശേഷന് ഇങ്ങനെ പറമ്പിൽ നിന്ന് കയറാൻ സമയമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറമ്പിൽ തന്നെ അറിയാലോ. അങ്ങനെ കൃഷി അത്രമാത്രം സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ്. അവരുടെ കൂടെ ഞാനിങ്ങനെ നടന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൃഷി രീതികളൊക്കെ കണ്ടിട്ടാണ് പായം പഞ്ചായത്ത് മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് എന്ന് പറഞ്ഞ് തന്നത്. അതും എനിക്ക് കിട്ടാൻ സാധ്യത ഇങ്ങനെ അടുക്കളത്തോട്ടം കൊണ്ട് തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർ അതോടൊപ്പം തന്നെ വോട്ടർമാർ ചിന്തിക്കേണ്ട കാര്യം, മലയോര മേഖലയിൽ കുടിയേറ്റ ജനതയിലെ ഏറ്റവും നല്ല കർഷകക്കുള്ള അവാർഡ് നേടിയ ആളാണ് നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത്. അതുകൂടി നമ്മൾ നോക്കിക്കാണണം, ഇത് കാണുന്ന പ്രേക്ഷകർ. അപ്പോൾ കൃഷിയിൽ ഒക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഈ രാഷ്ട്രീയത്തിലേക്ക് ഉള്ളപ്പോ നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ? ബിജുവേട്ടന്റെ സപ്പോർട്ടൊക്കെ, മക്കളുടെ സപ്പോർട്ട്? ഇപ്പം പിന്നെ മോള് കാര്യം പറഞ്ഞാൽ ജോലി MSW കഴിഞ്ഞതാണ്. മോള് ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല, അവള് വീട്ടിലുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു അമ്മയുണ്ട്. അമ്മയ്ക്ക് 90 വയസ്സായി. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ ആൾ നല്ല ഉഷാറാണ്. എന്നും വരുമ്പോൾ ക്ഷീണമുണ്ടോ, കാലിന് വേദനയുണ്ടോ, എങ്ങനെയാണ്, അപ്പോൾ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഒപ്പം അമ്മയും അവളും കൂടിയാണ് വീട്ടിലെ കാര്യങ്ങൾ, അടുക്കള കാര്യങ്ങൾ ചെയ്തു. ഞാൻ രാവിലത്തെ ഒന്നാക്കി വെച്ചിട്ട് പോന്നാൽ മതി. ബാക്കി ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പണി ചെയ്യാത്ത വിധം അവരെല്ലാം ശരിയാക്കി തരും. ബീച്ചേട്ടന് പറമ്പിലെ കാര്യങ്ങളൊക്കെ ബീച്ചേട്ടൻ നോക്കുന്നു. പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട്, പിന്നെ റബ്ബർ വെട്ടൊക്കെ ഇച്ചിരി മുടങ്ങി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ എന്നാലും അവർ അതെ സപ്പോർട്ടാണ്. അതെ, അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മുമ്പോട്ട് വരാൻ കഴിയില്ലല്ലോ. നമ്മുടെ ജില്ലാ പഞ്ചായത്തിലോട്ട് മത്സരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തോട്ട് മത്സരിക്കുമ്പോൾ നമ്മുടെ ഈ ഇതിലെ ഡിവിഷനിലെ നമ്മുടെ വോട്ടർമാർക്ക് വേണ്ടി എന്താണ് ഒരു ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലേ? പാഴ്വാക്കുകളോ പൊള്ളത്തരങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരെ അറിഞ്ഞ് പഠിച്ചു കഴിയുമ്പോൾ ചെയ്യാം. പക്ഷെ എനിക്ക് മനസ്സിലെങ്ങനെയാണ്, ഞങ്ങളുടെ ഒരു പാലമുണ്ട് വെളമന്, നമ്മുടെ പള്ളിയുടെ ഇപ്പുറത്ത് നിന്ന് മൂലോത്തുംകുന്നിലേക്കുള്ളൊരു പാലമുണ്ട്, അമ്പലത്തിലേക്ക് പോകുന്ന പോലെ. അത് റെഡിയായി കിട്ടുവാണെങ്കിൽ പായം പഞ്ചായത്തിനെയും ഉളിക്കൽ പഞ്ചായത്തിനെയും കൊണ്ട് തമ്മിൽ യോജിപ്പിക്കുകയും ആൾക്കാർക്കൊക്കെ അപ്പം അത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ആൾക്കാർ വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോഴതിന് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പാലം പണിയുക എന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹം, സ്വപ്നമാണ് എൻ്റെ നാടിന് വേണ്ടിയിട്ട്. പക്ഷെ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ഇനി വിളമ്പന മാത്രമല്ലല്ലോ, പടിയൂര് മുഴുവൻ അതെയല്ലോ. അപ്പോൾ പ്രേക്ഷകർ ചെയ്യേണ്ടത്, വോട്ടർമാർ ചെയ്യേണ്ടത്, ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ സ്ഥലത്തോടും കൂട്ടിക്കൊണ്ടുപോയി ഓരോ പാലവും കലിങ്കും ഒക്കെ കാണിച്ചു കൊടുക്കുക. സ്ഥിരം കാണുന്ന അതെ, പാലം കലിങ്കിനെ എന്നതിനേക്കാൾ എനിക്ക് പുണ്യമുണ്ട്. ചില വ്യക്തികളുണ്ടല്ലോ, അവർക്ക് എവിടെയും പറയാനില്ല, അവർക്ക് എന്നാൽ ഒന്നും ചെയ്യാനും പറ്റുന്നുമില്ല സ്വന്തമായിട്ട്. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ അതായിരിക്കും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ഒരാൾക്കെങ്കിലും നന്മ ചെയ്യണം. എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. ഏറ്റവും നല്ലതാണ് ബോബി ചേച്ചി. അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. നമ്മുടെ വോട്ടർമാരോട് എന്താ പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ? ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ മത്സരിക്കുന്നുണ്ട്. എൻ്റെ പേര് ബോബി എണ്ണച്ചേരിയിൽ നിന്നാണ്. എൻ്റെ ചിഹ്നം 2-ലാണ്. എല്ലാവരും 2 ചിഹ്നത്തിൽ എന്നെ വിജയിപ്പിക്കുക. ഒപ്പം എന്നോടൊപ്പം ഈ ഡിവിഷനിൽ നിന്നെല്ലാം മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമേ ഒരു നാട്ടിൽ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് തന്നെയാണ്
ഞാൻ കരുതുന്നത്. അത് നടക്കൂ. അതുകൊണ്ട് LDF-നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരുപാട് വോട്ടർമാരുണ്ട് നമ്മുടെ ഡിവിഷനിലേക്ക് വരുമ്പോഴേ, നമ്മുടെ പുതു വോട്ടർമാരോട് എന്താണ് ബോബി മാഡത്തിന് പറയാനുള്ളത്? ഇന്ന് നമുക്ക് കാണാൻ കിട്ടാത്തൊരു വിഭാഗമായി മാറിയിരിക്കുകയാണ് പുതു വോട്ടർമാർ. എല്ലാവരും പുറത്തേക്ക് പോവാം. എൻ്റെ മൂത്ത മോനും പുറത്താണ്. ഇപ്പം എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിദേശത്തെത്താം എന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യതയുണ്ട്. കാരണം വലിയവരെല്ലാം ഇങ്ങനെ പ്രായമായി പോകുമ്പം നല്ല യുവത്വത്തിൻ്റെ പ്രസരിപ്പും ബുദ്ധിയും ഒന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. അതിനെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്താനായിട്ട് വൈജ്ഞാനിക കേരളം പരിപാടിയൊക്കെ സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ശക്തമായിട്ടും ഏറ്റവും കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ യുവാക്കളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഇന്ന് നമ്മുടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കാണാം. പണ്ടൊക്കെ നമ്മുടെ കൂടെ കുട്ടി സഖാക്കൾ, DYFI പ്രവർത്തകർ, SIF പ്രവർത്തകർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. യുവജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇന്ന് +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ആൾക്കാരെ നമുക്ക് കിട്ടാനേ ഇല്ല. യുവാക്കൾ മാക്സിമം നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുക. അവർക്ക് ആവശ്യമായ തൊഴിലും സംരംഭങ്ങൾ തുടങ്ങുക. തൊഴിലും അതിനോട് അധിഷ്ഠിതമായിട്ടുള്ള വേതനം അവർക്ക് ലഭ്യമാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധ വെക്കും. നമ്മുടെ ഗവൺമെന്റും ശ്രദ്ധ വെക്കുന്നുണ്ട്. അതും കൂടെ ഭംഗിയായി നടക്കട്ടെ. ഇനി വരും വർഷങ്ങളിൽ, അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പുറത്തു പോയിട്ടുള്ള പുതുതലമുറകളൊക്കെ അഭിമാനത്തോടുകൂടി ചോദിക്കട്ടെ. ഞാൻ എൻ്റെ നാട്ടിലാണ് ഞാൻ ഉള്ള ജീവിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയാൻ അവർക്ക് കഴിയണം. അതിനുള്ളൊരു ഇതുണ്ടാകണം. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ കുടുംബശ്രീയിലൊക്കെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് മോണാക്ടിൽ ജില്ലയിലൊക്കെ സമ്മാനം നേടി, മൈമിങ്ങിൽ സ്റ്റേറ്റിലല്ലേ, മൈമിങ്ങിൽ സ്റ്റേറ്റിലെത്തി. അങ്ങനെ ഒരു കലാകാരി കൂടിയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ പടിയൂർ ഡിവിഷനിൽ നിന്ന് വരുന്നത്. അപ്പോൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ട്രോഫികൾ അവരവരുടെ വാർഡിലേക്കൊക്കെ എത്തിക്കുന്നത് പോലെ ഈ ഒരു മത്സരം അതേപോലെ പങ്കെടുത്ത് വിജയിച്ച് ഓരോരോ പദ്ധതികൾ നമ്മുടെ പടിയൂർ ഡിവിഷനിൽ കൊണ്ടുവരാൻ വേണ്ടി ബോബി ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ദാസനും വിജയനും ആശംസിക്കുകയാണ്. അപ്പോൾ 1000 ആശംസകൾ നേരുകയാണ്. നല്ലൊരു തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, ആരോഗ്യകരമായിട്ടുള്ള. അപ്പം കുടുംബശ്രീയിലെ സജീവ പ്രവർത്തകയാണെന്ന് പറഞ്ഞു. അത് ഏറ്റവും അവസാനമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആളെ കണ്ടെത്തുന്നത് പോലും പായം പഞ്ചായത്തിലെ ഒരു പ്രചരണ മേഖലയിൽ നിന്ന് ഒരു 3-4 തവണ ഫോൺ വിളിച്ച് ആണ് ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേ ആവേശത്തോടെ പ്രചരണങ്ങളും മത്സര പരിപാടികളും മുമ്പോട്ട് പോകട്ടെ. അതേപോലെ ആരോഗ്യപരമായ ഒരു മത്സരം ഈ വാർഡിൽ ഉണ്ടാവട്ടെ. ശക്തരായ 2 വനിതകൾ, 3 വനിതകൾ, ഇവിടെ രൂപതാ തലത്തിലുള്ള മത്സരങ്ങളിൽ നിന്ന് 3 വനിതകളും ശക്തരാണ്. BJPയുടെ ആളും ശക്തരായ 3 വനിതകളാണ്. അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമൂഹത്തിലെ ഔദ്യോഗിക തലങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വരും. ഇന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ബാക്കി ദാസനും വിജയനും ജയിച്ചു വരുമ്പോഴും ചോദിക്കാൻ. അന്നും ദാസനും വിജയനും ഇതേ ചോദ്യങ്ങളുമായി തിരിച്ചു വരും. അന്നും ഇതേ ചിരിയോടെ ഞങ്ങളോട് മറുപടി പറയുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് പെരുപ്പിക്കുകയാണ്. കൂടപ്പുറപ്പായി കൂടെ ഉണ്ടാവും. ഓക്കെ.